ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൊലയുടെ മാമ്പ് കൊണ്ടൊരു കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ്റെ ഹോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ മാമ്പ് തൊലിയൊക്കെ പൊളിച്ച് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാന് വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയുള്ളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി വരുന്നുണ്ട്. നമുക്കിതിലോട്ട് മാമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാമ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. നമ്മളെ മാമ്പ് ഇതാ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഒരു ഉള്ളിയാണ്. ഇനി നമുക്ക് 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. 1 സ്പൂൺ വെളുത്തുള്ളിയും, ഒരു ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്ത് ഉടച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂണ് ഗരം മസാല പൊടിയാണ്. ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. ഇതിലോട്ട് ഒരു 3 ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ കൂട്ടൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത്.
കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം, ബ്രെഡ് പൊടി. ബാക്കി പൊടിയും കൂടി മുഴുവൻ ഇട്ട് കൊടുത്തേ. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനോ ബീഫോ ഒന്നിൻ്റെ ആവശ്യമില്ല. മാമ്പ് കിട്ടിയാൽ അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് ആവശ്യമായ 2 മുട്ട കലക്കിയെടുക്കണം. ഇനി ഇതിനാവശ്യമായ 2 മുട്ട കലക്കിയെടുക്കാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മുട്ട നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ടച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രെഡ് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാം. മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ടച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മുഴുവനും ഇതുപോലെ പരത്തിയെടുക്കാം. നമ്മളെ കട്ട്ലേറ്റ് മുഴുവനും തീർത്ത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ എണ്ണ വെച്ച് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് തിരിച്ചിട്ടിടാം. ഒരുപാട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കട്ട്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി ബാക്കിയുള്ളത് കൂടി മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ നമ്മളെ കട്ട്ലൈറ്റ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇൻഷാ അല്ലാഹ് താസ്ബുഷ് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.